ബിജെപിക്ക് മേധാവിത്വമുള്ള ഒരു പഞ്ചായത്ത് കൂടിയുണ്ട്. ആ പഞ്ചായത്തിലെ സ്ഥിതി എത്രത്തോളം ബിജെപിക്ക് അനുകൂലമാവും എന്നത് കണ്ടുവേണം ഇതിന്റെ സ്ഥിതി പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ. മഞ്ചേശ്വരത്ത് എന്ത് തന്നെയായാലും ബിജെപിക്ക് ഒരു സാധ്യത ആ പഞ്ചായത്തിൽ കാണാവുന്നതാണ്. എന്നാൽ കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗിന് UDF-ന് വലിയ മേധാവിത്വമുള്ള പഞ്ചായത്തുകളാണ് ഇനി എണ്ണാനുള്ളത്. ആ പഞ്ചായത്തുകളിലൊക്കെ വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ BJP ഒന്നാം സ്ഥാനത്തേക്ക് വരിക എന്നത് പ്രയാസകരമാവാൻ സാധ്യതയുണ്ട്. എന്നാൽ മഞ്ചേശ്വരത്തെ അവസ്ഥ കാസർഗോഡിനെ അപേക്ഷിച്ച് കൂടുതൽ BJPക്ക് കൂടുതൽ സാധ്യത ഉണ്ട്. ഒരു പഞ്ചായത്ത് അവർക്ക് എണ്ണാനുണ്ട്. അതിൽ BJPക്ക് കൂടുതൽ വോട്ട് ലഭിക്കാനാണ് സാധ്യത. എന്നാൽ കാസർഗോഡ് ചെങ്കള, കാസർഗോഡ് നഗരസഭ, കാറടുക്ക പോലുള്ള പ്രദേശങ്ങളിൽ UDF-ന് കൂടുതൽ മേധാവിത്വം ഉണ്ടാവും. കാസർഗോഡ് ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്തവണ അമീൻ LDF സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രദേശങ്ങളിൽ നിന്ന് പോലും അമീന് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിച്ചു എന്നതാണ്. ഈ വോട്ട് LDF-ന് ലഭിച്ചതാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ LDF-ലേക്ക് മാറി വന്നതാണ്. ചില സമയങ്ങളിലൊക്കെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കാസർഗോഡ് മുന്നിട്ട് നിൽക്കാൻ കാരണം. അത് അത്തരത്തിൽ ഒരവസ്ഥ ഇനിയും കാസർഗോഡ് മണ്ഡലത്തിൽ കണ്ടാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമാവുകയും UDF-ന് അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അമീൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇത്തവണ വലിയ സ്വഭാവത്തിലുള്ള വോട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തന്നെ പിടിക്കും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. കോടി ഷഫീഖ് നസറുള്ളയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോട്ടെ ഇപ്പോഴത്തെ നിലയനുസരിച്ച് മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു, കാസർഗോഡ് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു, ഉദുമയിൽ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു, കാഞ്ഞങ്ങാട്ടും തൃക്കരിപ്പൂരും ആണ് LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഉദുമയിൽ UDF സ്ഥാനാർത്ഥി K സുധാകരൻ 5320 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. കാസർഗോട്ടും മഞ്ചേശ്വരത്തും NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനും രവിഷ തന്ത്രികുന്ദ്രം രണ്ടാം സ്ഥാനത്തുണ്ട് എന്നതും ഇപ്പോഴത്തെ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. തൃശൂർ അത്ഭുതപ്പെടുന്ന റിസൾട്ടാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. 13 സീറ്റുകളിൽ 13ഇടത്തും LDF-നെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് തൃശൂരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എറണാകുളത്തും വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട് LDF-ന്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ ആഹ്ലാദ പ്രകടനങ്ങളുടെ ശബ്ദഘോഷങ്ങൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലായിടത്തും തന്നെ LDF-ന് നല്ല മുന്നേറ്റമാണ്. 88 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു LDF എന്നതാണ് ഈ നിമിഷങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വിവരം. NDA ഒരു സീറ്റിൽ മാത്രമായിട്ട് തന്നെ നിയമത്തേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് NDAയുടെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. UDF 50 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ VS സുനിൽകുമാർ പത്മജ വേണുഗോപാലിനേക്കാൾ 3988 വോട്ടുകൾക്ക് മുന്നിലാണ്. എറണാകുളത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം. LDF 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. UDF ആണ് പെരുമ്പാവൂരിലടക്കം UDF ലീഡ് ചെയ്യുന്നു എന്നതാണ്. തൃശ്ശൂരാണ് മുഴുവൻ കളങ്ങളെയും ചുവപ്പിച്ച് കളഞ്ഞത്. തൃശ്ശൂരിൽ മുഴുവൻ സീറ്റുകളിലും LDF വിജയിക്കുന്ന അവസ്ഥയാണുള്ളത്. പാലക്കാടും വ്യത്യാസമുള്ള അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് UDF-ന് വലിയ ക്ഷീണമുണ്ടായിട്ടില്ല, എങ്കിൽ തന്നെയും LDF-ന് സന്തോഷിക്കാവുന്ന നില ഉണ്ട്. താനൂരിലായിരുന്നു സംശയിച്ചിരുന്ന സ്ഥലം, പക്ഷേ താനൂരിൽ UDF-ന് ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് 3 സീറ്റുകളിൽ മാത്രമാണ്, കുറ്റ്യാടിയുണ്ട് എന്നത് ആണ് LDF-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. 3 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. വയനാട്ടിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട് 1 സീറ്റിൽ. കണ്ണൂരിൽ 2 സീറ്റിൽ അവരുടെ UDF-ന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ 2 സീറ്റുകളിൽ ഒഴിച്ചാൽ LDF എല്ലായിടത്തും ലീഡ് ചെയ്യുകയാണ്. വലിയ ലീഡ് നില ജില്ലയിലുണ്ട് താനും. കാസർഗോഡ് LDF UDF എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മഞ്ചേശ്വരവും കാസർഗോഡും NDAക്ക് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും അത് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിയമം ഈ NDAയുടെ നിറമണിഞ്ഞ് നിൽക്കുന്നു എന്നതാണ് വളരെ സവിശേഷമായ ഈ തെരഞ്ഞെടുപ്പിനെ ഈ കഴിഞ്ഞുപോയ കാല തെരഞ്ഞെടുപ്പുകളെക്കാളൊക്കെ സവിശേഷതയാർപ്പി നിർത്തുന്നതാണ്. PC ജോർജ് ടെലിഫോണിലുണ്ട്. പൂഞ്ഞാറിൽ മുന്നേറ്റം നടത്തുന്ന PC ജോർജ്, താങ്കൾക്ക് ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ശ്രീ PC ജോർജ്, അഭിനന്ദനങ്ങൾ. താങ്ക് യു. എനിക്കിപ്പോ ഭൂരിപക്ഷം ഒരു 25,000 വോട്ട് ലീഡ് വരും എന്റെ കണക്ക്. എത്രയാണ്? 25,000. എങ്ങനെ സംഘടിപ്പിച്ചു? ഈ 3 മുന്നണികളിലുമല്ല താങ്കൾ സ്വതന്ത്രനായാണ് നിന്നത്. താങ്കൾക്ക് അനുകൂലമായിട്ട് പൂഞ്ഞാറുകാർ വോട്ട് ചെയ്യാൻ മാത്രം എന്താണ് ഉണ്ടായിരുന്നത്? അതെ, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമാണ് ഇവർ സ്വതന്ത്രം ഇതുപോലെ ലീഡ് മേടിക്കുന്നത്, ജയിക്കുന്നത്. ഇതിനു മുമ്പ് സ്വതന്ത്രന്മാർ ജയിച്ചിട്ടില്ല. അതൊക്കെ ഒരു പാർട്ടിയുടെ പിന്തുണയോടെയുള്ള സ്വതന്ത്രന്മാരായിരുന്നു. ഇത് ഇവർ സ്വതന്ത്രരാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് സ്വേച്ഛാധിപതികളായ രാഷ്ട്രീയ നേതാക്കന്മാർ, പിണറായിയെ പോലുള്ള സ്വേച്ഛാധിപതികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഏകാധിപത്യം സ്ഥാപിക്കാൻ നോക്കിയാൽ തെറ്റാണെന്ന്
പൂഞ്ഞാറ്റ് തെളിയിച്ചു കൊടുക്കുന്നു. ഇത് കേരളം മുഴുവൻ ഞാൻ തെളിയിക്കും. അതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി സ്പോൺസർ ചെയ്തൊരു കേരള കോൺഗ്രസ് ഉണ്ട്. അത് 4 3 തീർന്നു. ചങ്ങനാശ്ശേരി തീരുമെന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ പിണറായി സ്പോൺസർ കേരള കോൺഗ്രസിന്റെ പണി തീർന്നു കിട്ടിയെന്ന് കൂടെ കാണാം. അപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും LDFന് എത്രമാത്രം വിജയം വരുന്നതാണ്. ഈ സ്വേച്ഛാധിപതി CPM-നെ ഹൈജാക്ക് ചെയ്ത് എന്ന മര്യാദകൾ എത്ര വലുതാണെന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ മനസ്സിലാക്കട്ടെ. PC ജോർജ് 88 സീറ്റുകളിൽ ഇപ്പോൾ അവർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് LDF. UDF 49 സീറ്റുകളാണ്. NDA 2 കാണുന്ന ഒരു സീറ്റ് അവർക്കും കിട്ടിയേക്കാം. പക്ഷേ LDF ഭരണമാണല്ലോ വരാൻ പോകുന്നത്. താങ്കൾ ഏത് പക്ഷത്തായിരിക്കും? ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതുപോലെ വിജയിച്ചതുപോലെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് നിയമസഭയിൽ നിൽക്കുമോ? ഞാൻ സർവ്വസ്വതന്ത്രനായിരിക്കും. LDFന് പിന്തുണ VS അച്യുതാനന്ദൻ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ പാർട്ടിയെ മാറും. എന്താ സംശയം? VS അച്യുതാനന്ദനെയാണ് ആ പക്ഷം മുഖ്യമന്ത്രിയാക്കുന്നതെങ്കിലോ? VS അച്യുതാനന്ദനാണെങ്കിൽ ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ കൊടുക്കും. ശ്രീ PC ജോർജ്, VS-നോട് എന്നും താങ്കൾക്കൊരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ആരോടാണ് കടപ്പാട് ഈ വിജയത്തിന്? ജനത്തോടാണ് കടപ്പാട്. പൂഞ്ഞാലിലെ ജനത്തോട്, പിന്നെ പിണറായി വിജയനോട്. ഇതുപോലെ ഒരു സ്വേച്ഛാധിപതി ഇത്രയും മോശമായി പെരുമാറിയതുകൊണ്ടാണല്ലോ എന്റെ ശക്തി എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതിലെനിക്ക് പിണറായി വിജയനോടുള്ള ആ സ്വേച്ഛാധിപതിയോട് എനിക്ക് നന്ദിയുണ്ട്. അല്ല, ഈ ശക്തി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് ചാനലൈസ് ചെയ്താലല്ലേ അതിനൊരു ഫലമുണ്ടാകൂ? അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ജനപക്ഷ മുന്നേറ്റം കേരളത്തിലെ 139 നിയോജക മണ്ഡലത്തിലും 5 കൊല്ലത്തിനും ഞാൻ ഉണ്ടാക്കും. PC ജോർജ്, താങ്കൾ പൊതുവിൽ മറ്റ് വിധികളെ എങ്ങനെ കാണുന്നു? അതായത് 48 മാത്രമാണ് UDF ഇതിന് ലീഡ് ചെയ്യുന്നത്. വലിയ ആത്മവിശ്വാസ പ്രകടനമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴെല്ലാം രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്തോ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് പൊളിഞ്ഞു പോയിരിക്കുന്നു. അടിസ്ഥാനമില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ പ്രവചനം എന്ന് വന്നിരിക്കുന്നു. താങ്കൾ ഈ പൊതുവിലുള്ള റിസൾട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അഴിമതിക്ക് എതിരെ ജനം അഴിമതിക്കെതിരെയാണ്. നോക്കിയേ, ആ റിസൾട്ട് ഒന്ന് നോക്കിയേ. ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന UDF ആരൊക്കെയാണ്? ഏറ്റവും വലിയ കൈക്കുരുക്കാരായ മന്ത്രിമാരാണ്. അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാം. എന്നാൽ വലിയ കള്ളന്മാരെ പിടിച്ച് ജയിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. ജനങ്ങളുടെ മുമ്പിൽ അവരുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വന്ന അഴിമതിക്കാരായ മന്ത്രിമാരെ ജനം തെരഞ്ഞു പിടിച്ച് പുറത്തിലാക്കിക്കൊണ്ടിരിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ്. നോക്കിക്കോളൂ, ഒരു സംശയം വേണ്ട. ആ നിലയിൽ തന്നെ വരും. എനിക്ക് അതിനെപ്പറ്റി ഒരു സംശയമില്ല. നന്ദി ശ്രീ PC ജോർജ്. ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചതിന് ഒരിക്കൽ കൂടെ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. 2 മുന്നണികളുടെയും 3 മുന്നണികളുടെയും ഭാഗമല്ലാതെ മത്സരിച്ച് വലിയ നേട്ടമുണ്ടാക്കുകയാണ് താങ്കൾ ചെയ്ത്. അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. 88 സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. 49 UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. 2 NDA ലീഡ് ചെയ്യുകയാണ്. 2 പക്ഷേ നിയമമാണ് അവർ ഇതിനകം ഉറപ്പിച്ച് ആത്മവിശ്വാസം കൊള്ളുന്ന സ്ഥലം. എങ്കിൽ തന്നെയും വോട്ടെണ്ണാനിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏത് നിലക്കുള്ളതാണ് എന്നതൊക്കെയുള്ള ആശ്വാസ ആലോചനകളൊക്കെ ഉണ്ടാകും. M സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മുന്നിട്ട് നിൽക്കുന്നു 61 വോട്ടുകൾക്ക് 671 വോട്ടുകൾക്ക് എന്നതാണ് വിവരം. K ബാബുവിനെതിരായി എത്ര ശക്തമായ പോരാട്ടമാണ് അവിടെ നടത്തിയത് M സ്വരാജ് LDF സ്ഥാനാർത്ഥി എന്നത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും ഈ UDF-ലെ K ബാബുവിന്, മുൻമന്ത്രി K ബാബുവിന് സുശക്തമായ ഒരു ലീഡ് നില ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല VS അച്യുതാനന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ തന്നെ അഴിമതിക്കാരെ പോലെ തന്നെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നവരോട് സന്ധിയില്ല. അതേപോലെ തന്നെ സ്ത്രീകളുടെ മേൽ അക്രമം നടത്തിയിട്ടുള്ളവരോട് സന്ധിയില്ല എന്നുള്ളതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇനിയും ആഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ എല്ലാവരും ശാന്തമായി പിറകോട്ട് പോയി സ്വസ്ഥമായ സ്ഥിതി സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആഫീസിന്റെ പ്രവർത്തനത്തെ മനസ്സിലായില്ല. അങ്ങേയറ്റം സന്തോഷവാനായ VS അച്യുതാനന്ദനെയാണ് കാണാനാകുന്നത്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. VS അച്യുതാനന്ദൻ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ്. അദ്ദേഹത്തിന്റെ പ്രായത്തെ അവഗണിച്ചു പോലും
10-60 പ്രചാരണ കേന്ദ്രങ്ങളിൽ പോയി സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വലിയ വോട്ടിന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച സംസ്ഥാനത്തെ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹം പൂർണ്ണമായ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൻ്റെ വിജയത്തിൽ. നമുക്കറിയാവുന്നതുപോലെ പട്ടാമ്പിയിൽ നിന്നും ലഭിക്കുന്ന വിവരം കൂടെ കൗതുകമുണർത്തുന്നതാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിൻ LDF സ്ഥാനാർത്ഥി, CPI നേതാവ്, JNU വിദ്യാർത്ഥി, അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു CP മുഹമ്മദിനേക്കാൾ 2487 വോട്ടുകൾക്ക് എന്ന വിവരം കൗതുകമുണർത്തുന്നതാണ്. CP മുഹമ്മദ് നിലവിലെ MLA CP മുഹമ്മദ് UDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. 2487 വോട്ടുകൾക്ക് മുഹമ്മദ് മുഹ്സിൻ എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല തൃപ്പൂണിത്തുറ എന്നുള്ള വിവരങ്ങൾ കൗതുകമുണർത്തുന്നതാണ്. K ബാബു പിന്നിലാണ്, M സ്വരാജ് മുന്നിട്ട് നിൽക്കുന്നു. അവിടെ 3 അക്ക വോട്ടുകൾക്കാണെങ്കിൽ തന്നെയും M സ്വരാജ് മുന്നിട്ട് നിൽക്കുകയാണ് എന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടിയിൽ LDF മുന്നിട്ട് വന്നിരിക്കുന്നു, 2117 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ, തൃശൂർ തുടങ്ങിയിടങ്ങളിൽ വൻ മുന്നേറ്റമാണ് ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടിയിൽ LDF 2117 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. വൻ മുന്നേറ്റമാണ്. തിരൂരങ്ങാടിയിൽ UDF സ്ഥാനാർത്ഥി PK അബ്ദുറബ്ബ് പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. 3250 എന്ന വലിയ ലീഡ് അദ്ദേഹത്തിന് മേൽ എതിർ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്കുണ്ട്. തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് മന്ത്രി PK അബ്ദുറബ്ബ് 3250 വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. പാലക്കാടും തൃശ്ശൂരും ഇടതു മുന്നേറ്റമാണ്. തൃശ്ശൂരിൽ ഒറ്റ സീറ്റ് പോലും LDF UDFന് വിട്ടുകൊടുത്തില്ല. എല്ലായിടത്തും വൻ മുന്നേറ്റമാണ് നടത്തിയത്. പേരാമ്പ്രയിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. പേരാമ്പ്രയിൽ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. LDFന് 87 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കുന്ദമംഗലത്ത് നേരത്തെ T സിദ്ദിഖായിരുന്നുവെങ്കിൽ ഇപ്പോൾ PT റഹീം മുന്നോട്ട് കയറി വന്നിരിക്കുന്നു. 3510 വോട്ടുകൾക്ക് PT റഹീം ലീഡ് ചെയ്യുക തന്നെയാണ്. PT റഹീം സ്വന്തം തട്ടകം നിലനിർത്തുമോ എന്നതാണ് ഇനി നോക്കാനുള്ളത്. T സിദ്ദിഖ് നല്ല മത്സരമാണ് അദ്ദേഹത്തിന് അവിടെ കൊടുത്തത്. അല്പം മുമ്പ് T സിദ്ദിഖായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ 3510 വോട്ടുകൾക്ക് PT റഹീം മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 87 ഇടത്ത് LDF, 50 സീറ്റുകളിൽ UDF, NDA 2 സീറ്റുകളിൽ എന്നതാണ് നില. PC ജോർജ് അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്, ഒരു മുന്നണിയുടെയും ഭാഗമായല്ലാതെ. CK നാണു വടകരയിൽ മുന്നിട്ട് നിൽക്കുന്നു. അല്പം മുമ്പ് UDF സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രനായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ അദ്ദേഹം 1160 വോട്ടുകൾക്ക് നിലവിലെ MLA LDF സ്ഥാനാർത്ഥി ശ്രീ CK നാണു മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരമാണുള്ളത്. CK നാണു മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി CK നാണു മുന്നിലാണ്. RMP സ്ഥാനാർത്ഥി KK രമ 3ാം സ്ഥാനത്താണ്. മനയത്ത് ചന്ദ്രൻ UDF സ്ഥാനാർത്ഥി ജനതാദൾ നേതാവ് പിന്നിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആലപ്പുഴയിൽ ഹരിപ്പാട് ഒഴികെ എല്ലായിടത്തും ഇടതു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് പക്ഷേ UDFന് ആശ്വസിക്കാവുന്ന നിലയുണ്ട്. ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നത് മട്ടന്നൂരിൽ 40,689 എന്ന ഭൂരിപക്ഷത്തിലേക്ക് EP ജയരാജന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നു. ഇടത് കോട്ടയാണ് മട്ടന്നൂർ. അവിടെ മട്ടന്നൂരിൽ EP ജയരാജൻ 40,689 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ. കാസർഗോഡ് ഒന്നുകൂടെ പോയി വന്നാൽ കാസർഗോഡ് ഇപ്പോഴും UDFും LDFുമാണ്. 3ഇടത്ത് UDF സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ എന്നിവിടങ്ങളിൽ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്ത് നിൽക്കുന്നു. NDAക്ക് അവിടെ സീറ്റില്ല. കണ്ണൂരിൽ 9-2 എന്നതാണ് നില. 9ഇടത്ത് LDF, 2ഇടത്ത് UDF. ഇരിക്കൂരിലും പേരാവൂരിലുമാണ് UDF ലീഡ് ചെയ്യുന്നത്. അവിടെ മാറ്റമുണ്ടായിരിക്കുന്നത് അഴീക്കോട്ട് MP നികേഷ് കുമാർ 1454 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു KM ഷാജിയേക്കാൾ. ഒപ്പം കണ്ണൂരിൽ UDF കോട്ടയായ കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി 889 വോട്ടുകൾക്ക് സതീശൻ ബാച്ചിനേക്കാൾ മുന്നിലാണ്. ഇപ്പോൾ മാറി വരുമോ എന്നറിയില്ല നമുക്ക്. തലശ്ശേരിയിൽ AN ഷംസീർ 29,049 എന്ന നിലയിലേക്ക് ഭൂരിപക്ഷത്തെ ഉയർത്തിയിട്ടുണ്ട്. പിണറായി വിജയന് 24,836 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് ധർമ്മടത്ത്. കൂത്തുപറമ്പിൽ KK ശൈല ടീച്ചർ 14,061 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. KP മോഹനേക്കാൾ. മട്ടന്നൂരിൽ EP ജയരാജൻ 40,689. പേരാവൂരിൽ സണ്ണി ജോസഫിന് 1570 വോട്ടുകളുടേതാണെങ്കിൽ തന്നെയും ലീഡുണ്ട് ബിനോയ് കുര്യനേക്കാൾ. വയനാട്ടിലേക്ക് വന്നാൽ വയനാട്ടിലെ നില ഇങ്ങനെയാണ്. 3 സ്ഥലങ്ങളിൽ 2ഇടത്ത് LDFും 1ഇടത്ത് UDFും ലീഡ് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം PK ജയലക്ഷ്മി പിന്നിട്ട് നിൽക്കുകയാണ് മാനന്തവാടിയിൽ എന്നാണ്. OR കേളു LDF സ്ഥാനാർത്ഥിയാണ്. 3960 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ PK ജയലക്ഷ്മി പിന്നിലാണ് അവിടെ എന്നതാണ് വിവരം. സുൽത്താൻ ബത്തേരിയിൽ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണൻ തന്നെ ലീഡ് ചെയ്യുന്നു. പക്ഷേ കൽപ്പറ്റയിൽ CK ശശീന്ദ്രൻ മുന്നിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് പൂർണ്ണ വിശ്വാസത്തിലേക്ക് എത്താറായിട്ടില്ല. 156 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് CK ശശീന്ദ്രന് അവിടെ ഉള്ളത് MB ശ്രേയംസ് കുമാറിനേക്കാൾ. കോഴിക്കോട് ഇങ്ങനെയാണ് നില. കോഴിക്കോട് വടകരയിൽ LDF, കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും കോഴിക്കോട് സൗത്തിലും UDF ലീഡ് ചെയ്യുന്നു. ബാക്കിയുള്ളിടങ്ങളിൽ LDF ആണ്.
കുന്നമംഗലത്ത് കൊടുവള്ളിയിലും PT റഹീം, കാരാട്ട് റസാഖ് എന്നീ സ്വതന്ത്രന്മാർ എന്ന് വെച്ചാൽ LDF തന്നെ അത് LDF കണക്കിലേക്ക് തന്നെ വരികയാണ്. UDF സ്ഥാനാർത്ഥികൾ പിന്നിലാണ്. വടകരയിൽ CK നാണു, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള UDF സ്ഥാനാർത്ഥി, നാദാപുരത്ത് EK വിജയൻ, കൊയിലാണ്ടിയിൽ K ദാസൻ, പേരാമ്പ്രയിൽ മുഹമ്മദ് ഇക്ബാൽ, ബാലുശ്ശേരിയിൽ പുരുഷൻ കടലുണ്ടി, എലത്തൂരിൽ AK ശശീന്ദ്രൻ, കോഴിക്കോട് നോർത്തിൽ A പ്രദീപ് കുമാർ, കോഴിക്കോട് സൗത്തിൽ MK മുനീർ, ബേപ്പൂരിൽ BKC മുഹമ്മദ് കോയ, കുന്നമംഗലത്ത് PT റഹീം, കൊടുവള്ളിയിൽ കാരാട്ട് റസാഖ്, തിരുവമ്പാടിയിൽ ജോർജ് M തോമസ് എന്നിവരാണ് ലീഡ് ചെയ്യുന്നത്. ശ്രദ്ധേയമായി നോക്കേണ്ടത് കോഴിക്കോട് സൗത്തിൽ MK മുനീറിന് 835 വോട്ടുകളുടെ ലീഡ് മാത്രമേ അബ്ദുൽ വഹാബിനേക്കാൾ ഇപ്പോഴുള്ളൂ എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. കോഴിക്കോട് മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറത്ത് ഒരു സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നതായി കാണുന്നത്, ഒറ്റ സീറ്റിൽ മാത്രമാണ്. പക്ഷേ നിലമ്പൂരിലും തിരൂരങ്ങാടിയിലും അതേഴ്സ് എന്ന് എഴുതി കാണിക്കുന്ന ആളുകൾ LDF സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ 3ഇടത്ത് UDF പരാജയമുണ്ടായിട്ടുണ്ട് എന്നും നമ്മൾ കാണണം. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് മേൽ 3908 വോട്ടുകളുടെ നല്ല ലീഡ് PV അൻവർ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുണ്ട്. തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്ത് PK അബ്ദുറബിനേക്കാൾ 3621 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണുള്ളത്. 3213 വോട്ടായി ആ ലീഡ് നില മാറിയിട്ടുണ്ട്. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഭയപ്പെട്ടിരുന്നുവെങ്കിലും ഭയപ്പാടിന് ഇപ്പോഴും കാര്യങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥയിലാണുള്ളത്. 77 വോട്ടുകൾക്ക് മാത്രമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി V അബ്ദുറഹ്മാൻ വിജയിച്ചു നിൽക്കുന്നത്. കൊല്ലത്തുള്ള ആഹ്ലാദ പ്രകടനം, മുകേഷിനുമായുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുകേഷ് സന്തോഷത്തിലാണ് സ്വാഭാവികമായും. തവനൂരിൽ KT ജലീൽ ലീഡ് ചെയ്യുന്നു 4556 വോട്ടുകൾക്ക് ഇഫ്തിഖാറുദ്ദീൻ മാസ്റ്ററേക്കാൾ. അതാണ് മലപ്പുറത്ത് നില. പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട്ട് ഇങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഇപ്പോൾ കാണുന്നത്. പാലക്കാട്ട് 2 സീറ്റുകളിൽ മാത്രമാണ് UDF ലീഡ് ചെയ്യുന്നത്. NDAയുടെ ഒരു ലീഡ് ഇവിടെ കാണുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്. പക്ഷേ അത് 1493 വോട്ടുകളുടെയാണ്. ഷാഫി പറമ്പിൽ പിന്നിൽ പോയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തൃത്താലയിൽ BT ബൽറാം 3852 വോട്ടുകളുടെ ലീഡ് സുബൈദ ഇസാഖിന് മേൽ നേടിയിട്ടുണ്ട്. UDF മണ്ണാർക്കാട് N ഷംസുദ്ദീൻ UDF സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി KP സുരേഷ് രാജിനേക്കാൾ 8155 വോട്ടുകളുടെ ലീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രന് 1619 വോട്ടുകളുടെ ലീഡാണ് ഷാഫി പറമ്പലിനേക്കാൾ ഉള്ളത്. ബാക്കി AK ബാലൻ അടക്കമുള്ള ആളുകൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡ് നിലയിലേക്ക് എത്തിയതായി കാണുന്നുണ്ട്. ഏത് നിലക്കാണ് മാറിമറിയുക എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പാലക്കാട് സ്ഥിതി അതാണ്. തൃശ്ശൂരിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരാണ് ഏറ്റവും ഗംഭീരമായ വിജയം LDF ഇത്തവണ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. മുഴുവൻ സീറ്റുകളിലും LDF വിജയിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ, ലീഡ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. എല്ലായിടത്തും 6190, 2601, ഗുരുവായൂരിൽ 7624, മണലൂരിൽ 6464, വടക്കാഞ്ചേരിയിൽ 2610, ഒല്ലൂരിൽ 7569, തൃശ്ശൂരിൽ 4313, നാട്ടികയിൽ 8059, കയ്പമംഗലത്ത് 7669, ഇരിങ്ങാലക്കുടയിൽ 4755, പുതുക്കാട് 13769, ചാലക്കുടിയിൽ 8934, കൊടുങ്ങല്ലൂരിൽ 8150 എന്ന കംഫർട്ടബിൾ ലീഡാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾക്ക് തൃശ്ശൂരിൽ വോട്ടർമാർ നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ ചരിത്രം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അതാണ് തൃശ്ശൂരിലെ നില. വ്യക്തമാകുന്ന ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂരും, കൊല്ലവും, കണ്ണൂരും, ആലപ്പുഴയും ഒക്കെ തന്നെ. ഇവിടെ ആദ്യ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് കൊല്ലത്തെ ഇരവിപുരത്താണ്. കൊല്ലത്ത് എപ്പോഴും 11 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം അതിന്റെ ലീഡ് ഉറപ്പാക്കിയിരിക്കുന്നു. ഒരു സമഗ്രമായ ഒരു ആധിപത്യം ചില ജില്ലകളിൽ നേടാൻ ഇടതുപക്ഷത്തിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇടത് തരംഗം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തവുമാണ്. ശ്യാമാർ ബാബു ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്തു നിന്നുമുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇടതുപക്ഷത്തിന്റെ ലീഡ് നിലയിൽ ഇനി മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? ഇനി എണ്ണാനുള്ള റൗണ്ടുകളിൽ ആ മേഖലകളിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യം നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുകൂല സാഹചര്യമാണോ ഉണ്ടാകുക? സനീഷ്, കരുനാഗപ്പള്ളിയില് ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറയുന്നുണ്ട്, ഭൂരിപക്ഷം കുറയുന്നുണ്ട്. ഏതാണ്ട് 1500 നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 1500 വോട്ടുകൾക്ക് അവിടുത്തെ UDF സ്ഥാനാർത്ഥി CR മഹേഷ് ഇപ്പോൾ ലീഡ് ചെയ്യുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് ഇത്തരത്തിൽ UDFന് അല്പമെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ ഒരു അല്പമെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കരുനാഗപ്പള്ളിയിൽ മാത്രമാണ്. അത് അവർ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അവസാനം വേണ്ടുന്ന ബൂത്തുകളിൽ പലതിലും കോൺഗ്രസിന് പ്രതീക്ഷയുള്ള ബൂത്തുകളാണ്
ബൂത്തുകളാണ് ഇനി എണ്ണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിൽ പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നു. അതേസമയം ചവറയിൽ ഏതാണ്ട് ഷിബു ബേബി ജോൺ ഏതാണ്ട് പരാജയം ഉറപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ. നീണ്ടകര പഞ്ചായത്ത് എണ്ണുമ്പോഴും ഒരിക്കലും നീണ്ടകര പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ഷിബു ബേബി ജോണിന് മുന്നിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് 1300 വോട്ടുകൾക്ക് നിൽക്കുമ്പോഴാണ് നീണ്ടകര പഞ്ചായത്ത് എണ്ണി തുടങ്ങിയത്. നീണ്ടകര പഞ്ചായത്ത് എണ്ണുമ്പോഴും ഷിബു ബേബി ജോൺ പിന്നിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ RFP ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് വേണം വിലയിരുത്താൻ. സനീഷ്, ശ്യാമാർ ബാബുവാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് 11 ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 88 140 മണ്ഡലങ്ങളിൽ 88 ഇപ്പോൾ സംസ്ഥാനത്ത് ഇടതുപക്ഷം വ്യക്തമായ മുന്നേറ്റം നടത്തുന്നു. 49 UDF, NDA 2 മുന്നേറ്റം നടത്തുന്നത്. പൂഞ്ഞാറിൽ PC ജോർജിന്റെ വിജയം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. NDA ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന NDAയുടെ പ്രതീക്ഷയ്ക്ക് ഏറ്റവും അധികം തിളക്കം നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്തെ നേമം മണ്ഡലമാണ്. ഒരുപക്ഷെ നേമത്ത് ഇത്തവണ O രാജഗോപാലിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് കൂടി നമ്മൾ അടുക്കുകയാണ് എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട്. അസ്ലം, തിരുവനന്തപുരത്ത് ആദ്യം അറിയേണ്ട വിവരം നേമത്തേതാണ്. നേമത്ത് O രാജഗോപാൽ വിജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ എത്രത്തോളമുണ്ട്? അദ്ദേഹത്തിന്റെ ലീഡ് നില 8000 ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ. ഗോപി, ഇപ്പോൾ ഇനി 66 ബൂത്തുകൾ മാത്രമാണ് ഇനി എണ്ണാൻ ബാക്കി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ 8346 ലീഡുണ്ട്. ഇതൊരു പക്ഷേ NDAക്ക് പ്രതീക്ഷ നൽകുന്ന ലീഡ് തന്നെയാണ്. ഇനിയുള്ള മേഖലകൾ, പ്രത്യേകിച്ച് തിരുവല്ലം, കമലേശ്വരം, അമ്പലത്ര എന്ന മേഖലകളിൽ LDFന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഇതിൽ അധികം അല്ലെങ്കിൽ 8000-ലധികം വരുന്ന ഈ ഭൂരിപക്ഷത്തിനെ കവച്ചു വയ്ക്കാൻ അവർ കഴിയുമെന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. LDF ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷ കൈവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്പലത്ര, തിരുവല്ലം മേഖലകളിൽ നിന്നുള്ള വോട്ടുകളിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. 6000 മുതൽ 8000 വരെ ഭൂരിപക്ഷം അവർക്ക് അവിടുന്ന് മാത്രം ലഭിക്കുന്നവർ പറയുന്നുണ്ട്. അതേസമയം 8300 ഈ ഇപ്പോൾ ഏറ്റെടുക്കുന്ന വോട്ടുകൾ LDFനും BJPക്കും LDFന് മുൻതൂക്കമുള്ള വോട്ടുകളാണെങ്കിൽ പോലും ഇപ്പോൾ O രാജഗോപാൽ പിടിച്ചു നിൽക്കുന്നത് ആ സ്ഥലങ്ങളിൽ പോലും ലീഡ് നില കുറയാതെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 9150 നിന്നും 8346 കുറച്ചിട്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കുറവ് ഭൂരിപക്ഷത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് BJP ആ സ്ഥലങ്ങളിൽ LDF പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും BJP തുല്യം നിൽക്കുന്ന സമാസമം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി 66 ബൂത്തുകൾ, പക്ഷേ 60 ബൂത്തുകൾ മാത്രമേ ഇനി ബാക്കിയുണ്ടാവുകയുള്ളൂ. ഈ 60 ബൂത്തിൽ വലിയൊരു മുന്നേറ്റം LDFന് കാഴ്ചവെച്ചാൽ മാത്രമേ NDAയുടെ പ്രതീക്ഷ ഇല്ലാതാക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുക എന്ന NDA പ്രതീക്ഷ ഒരുപക്ഷെ നിയമത്തായിരിക്കും സാക്ഷാത്കരിക്കുക. ആ ഒരു രീതിയിലേക്കാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നത്. ഇനി ഉള്ള 60 ബൂത്തുകൾ വളരെ നിർണായകമാണ്. LDFന് പ്രതീക്ഷ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കണമെന്ന NDAയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ നേമം മണ്ഡലമാണ് അതിന് ഉത്തരം നൽകേണ്ടത്. നേമത്ത് NDA സ്ഥാനാർത്ഥി O രാജഗോപാൽ വ്യക്തമായ ഒരു ലീഡ് നിലനിർത്തി പോരുന്നുണ്ട്. 8000-ൽ പരം വോട്ടിന്റെ ലീഡ് ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഇനി എണ്ണാനുള്ള റൗണ്ടുകളിൽ കൂടി ആ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള അത്തരം മേഖലകളിലെ വോട്ടുകൾ കൂടി എണ്ണി 8000 എന്ന ലീഡ് മറികടക്കാനാകാതിരുന്നാൽ NDAക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഉണ്ടാകും. പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളിൽ 4 LDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കോന്നിയിൽ അടൂർ പ്രകാശ് മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ മുന്നേറ്റം നടത്തുന്ന ഏക UDF സ്ഥാനാർത്ഥി. സജോ വിവരങ്ങളുമായുണ്ട്. സജോ, കനത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. അവിടെ സിറ്റിംഗ് MLA K ശിവദാസൻ നായരെക്കാൾ വീണ ജോർജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 4810 വോട്ടിന്റെ ലീഡുണ്ട്. തിരുവല്ലയിൽ മാത്യു ടി തോമസും റാന്നിയിൽ രാജു എബ്രഹാമും അടൂരിൽ ഗോപകുമാറും എല്ലാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തുകയാണ്. എന്താണ് പത്തനംതിട്ടയിലെ പൊതുചിത്രം? ആറന്മുളയിൽ പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഗോപികൃഷ്ണൻ, പത്തനംതിട്ടയിൽ ഏതായാലും ഒരു ഇടത് തരംഗം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. അതിൽ ഏറ്റവും ശ്രദ്ധേയം ആറന്മുളയിലെ ജനവിധി തന്നെയാണ്. വീണ ജോർജ് ഇപ്പോൾ 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു കാര്യം, ആറന്മുളയിലെ സ്വന്തം പഞ്ചായത്തിലെ സ്വന്തം ബൂത്തിൽ വരെ ശിവദാസൻ നായർ, സിറ്റിംഗ് MLA K ശിവദാസൻ നായർ പിറകോട്ട് പോയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഒരു ഘട്ടത്തിലും വീണ ജോർജ് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ലീഡ് നില ഉയർത്തുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറിക്ക് ആറന്മുളയിൽ അവസരം ഒരുങ്ങുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് നൽകാൻ കഴിയുക. ത്രികോണ മത്സരം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും BJP ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തായിരിക്കുന്നു. ആ ഘട്ടത്തിൽ ആറന്മുളയിൽ അട്ടിമറിക്ക് തന്നെയുള്ള ഒരു അവസ്ഥ ഒരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ചിറ്റയം ഗോപകുമാർ അടൂരിൽ ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്
15,000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ വോട്ടുകൾ പോയിട്ടുണ്ട്. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് കോന്നി അടൂർ പ്രകാശിനൊപ്പം തന്നെ നിൽക്കും എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. എന്നാൽ റാന്നിയെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുമെന്ന് BDJS വെല്ലുവിളി ഉയർത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും അവിടെയും റാന്നിയിൽ രാജു എബ്രഹാം തന്നെ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സൂചനയാണ്. തിരുവല്ലയിലാണ് ശ്രദ്ധേയ പോരാട്ടം. തിരുവല്ലയിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ ലീഡ് നില മാറി മറിയുന്നു. ഇപ്പോഴും അവിടെ കൂടുതൽ ബൂത്തുകളും, അതായത് 90ഓളം ബൂത്തുകൾ ഇനിയും അവിടെ വോട്ടുകൾ എണ്ണാനുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ലീഡ് നില മാറി മറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പൊതുവിൽ LDFന് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. അടൂർ പ്രകാശിന് മാത്രമാണ് അടിപതറാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നുള്ള ഫല സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക്. സജോവാണ് വിവരം നൽകിയത്. പത്തനംതിട്ടയിൽ 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. കോന്നിയിൽ അടൂർ പ്രകാശ് മാത്രമാണ് അതിന് അപവാദമായി ഇത്തവണ പത്തനംതിട്ടയിൽ നിൽക്കുന്നത്. പത്തനംതിട്ടയിൽ ഒരു ഇടത് തരംഗം കാണുന്നു. രണ്ട് വിജയ വാർത്തകൾ കൂടി, 2 വിജയ വാർത്തകൾ വന്നിരിക്കുന്നു. ആദ്യ വിജയ വാർത്തകൾ വന്നിരിക്കുന്നു. തിരുവമ്പാടിയിൽ LDF സ്ഥാനാർത്ഥി ജോർജ് M. തോമസ് വിജയിച്ചിരിക്കുന്നു. തിരുവമ്പാടിയിൽ നിന്നാണ് ആദ്യ വിജയവാർത്ത. തിരുവമ്പാടിയിൽ LDF സ്ഥാനാർത്ഥി ജോർജ് M. തോമസ് വിജയിച്ചിരിക്കുന്നു. തിരുവമ്പാടിയിൽ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിൽ. നെയ്യാറ്റിൻകരയിൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ അൻസലൻ LDF സ്ഥാനാർത്ഥി നെയ്യാറ്റിൻകരയിൽ, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി നെയ്യാറ്റിൻകരയിൽ അൻസലൻ വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിൽ നിന്നുള്ള വിജയവാർത്തയുമാണ് ആദ്യം വരുന്നത്. കോട്ടയത്ത് നിന്ന് ആൽവിനുണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, കോട്ടയത്ത് ഒരിടത്ത് വൈക്കത്ത് മാത്രമാണ് ഇടതുപക്ഷത്തിന് മുന്നേറ്റമുള്ളത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പൂഞ്ഞാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PC ജോർജ് വിജയത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ് പിന്നാക്കം പോയിരിക്കുന്നു. അവിടെ തോമസ് ചാഴിക്കാടൻ ലീഡ് പക്ഷേ 138 മാത്രമാണ്. കോട്ടയത്ത് ഏതൊക്കെ തരത്തിലുള്ള കോട്ടയത്ത് ഇപ്പോഴത്തെ വോട്ട് ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? ഗോപികൃഷ്ണൻ, കോട്ടയത്ത് ഏതാണ്ട് ഇനി 60ഓളം ബൂത്തുകളാണ് എല്ലാ മണ്ഡലങ്ങളിലും എണ്ണാനുള്ളത്. ഈ 60ഓളം ബൂത്തുകളിലാവും ഇനി നേരിയ വ്യത്യാസമുണ്ടാവുക. ഏതായാലും ഇടത് തരംഗം ആഞ്ഞടിക്കുമ്പോഴും കോട്ടയം ജില്ല UDFനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വൈക്കത്ത് മാത്രമാണ് വ്യക്തമായ ലീഡ് നേടാൻ LDFനായിരിക്കുന്നത്. എണ്ണൽ തുടങ്ങിയ വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ തന്നെ UDF എല്ലാ മണ്ഡലങ്ങളിലും അത്യാവശ്യം ലീഡ് ഉയർത്തി തന്നെയായിരുന്നു നിന്നിരുന്നത്. ചങ്ങനാശ്ശേരി മണ്ഡലം ഇടയ്ക്ക് മാറി മറിഞ്ഞിരുന്നു. പാലായിലും അത് കണ്ടിരുന്നു. എന്നാൽ പാലായിൽ ഇനിയും എണ്ണാനുള്ളത് KM മാണിയുടെ ശക്തികേന്ദ്രം കൂടിയായ പാലാ നഗരസഭയാണ്. അങ്ങനെയെങ്കിൽ അത് അല്പം കൂടി ലീഡ് ഉയർന്ന ശേഷം ഏറ്റവും അവസാനം വരുന്നത് എരുമേലി പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്താണ്. എലിക്കുളം പഞ്ചായത്താണെങ്കിൽ അത് അല്പം KM മാണിക്ക് ക്ഷീണം വരുത്തുന്ന ഒരു പഞ്ചായത്താണ്. അവസാന പഞ്ചായത്തുകൾ വരുമ്പോൾ എലിക്കുളം പഞ്ചായത്തിലേക്കാണ് വരിക. ഏതായാലും 60 ബൂത്തുകൾ ഇനിയും ബൂത്തുകളിലെ വോട്ടിംഗ് എണ്ണാനുണ്ട്. വർക്കലയിലും കഴക്കൂട്ടത്തും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ആൽവിൻ, ഞാൻ തിരിച്ചു വരാം. വർക്കലയിലും കഴക്കൂട്ടത്തും നെയ്യാറ്റിൻകരയിലും തിരുവമ്പാടിയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 5 മണ്ഡലങ്ങളിലെ വിജയവാർത്ത ഈ സമയം നൽകാൻ കഴിയും. വർക്കലയിലും കഴക്കൂട്ടത്തും തിരുവമ്പാടിയിലും നെയ്യാറ്റിൻകരയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. സനൂപ് ശശിധരനുണ്ട് എറണാകുളത്തെ ചിത്രം നൽകാൻ. സനൂപ്, എറണാകുളത്ത് ഒരുപക്ഷെ ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ M. സ്വരാജും K. ബാബുവും തമ്മിലുള്ള പോരാട്ടമാണ്. അവിടെ 2 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ M. സ്വരാജ് 2102 വോട്ടിന്റെ ലീഡിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ജിഷ കൊലക്കേസ് വലിയ പ്രചാരണ വിഷയമായിരുന്ന പെരുമ്പാവൂരിൽ. അവിടെ സാജു പോളിനെ പിന്തള്ളി എൽദോസ് കുന്നപ്പള്ളി UDF സ്ഥാനാർത്ഥി 3906 വോട്ടിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എന്താണ് ഈ 2 മണ്ഡലങ്ങളിലെയും അവസ്ഥ? എറണാകുളത്തെ ചിത്രം എന്താണ്? ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃപ്പൂണിത്തുറ തന്നെയാണ് എന്ന് തീർത്തും പറയാം. K. ബാബുവിനെതിരെ M. സ്വരാജ് ഇപ്പോൾ 2100-ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നതനുസരിച്ച് 2102 വോട്ടാണ് ഈ M. സ്വരാജിന്റെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ലീഡ്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, UDFന്റെ എൽദോസ് കുന്നപ്പള്ളി 3906 വോട്ടുകൾക്കും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ജില്ലയിൽ മൊത്തം പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ പറയാം. 6 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. നേരത്തെ 3 മണ്ഡലങ്ങൾ മാത്രമായിരുന്നു LDFന് ജില്ലയിൽ കിട്ടിയിരുന്നത്. പക്ഷേ ഇത്തവണ കൊച്ചി, വൈപ്പിൻ, പിറവം, തൃപ്പൂണിത്തുറ, കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം തന്നെ നേടുന്നു. അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ മേൽക്കൈ നേടിക്കൊണ്ട് തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിൽ വിജയത്തിലേക്ക് നീങ്ങുമെന്ന് പറയാം. തൃക്കാക്കരയിലാണ് 10,000-ന് മീതെയാണ് PT തോമസിന്റെ
ഭൂരിപക്ഷം. എറണാകുളത്ത് IB-യുടെ ഭൂരിപക്ഷം 6000 കടന്നു കഴിഞ്ഞു. ആലുവയിൽ പക്ഷേ ശക്തമായ UDF കോട്ട എന്നറിയപ്പെടുന്ന ആലുവയിൽ 1700 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ UDF-നുള്ളത്. കളമശ്ശേരിയിൽ ശക്തമായ മത്സരം നടക്കുന്നു. ഒരു ഘട്ടത്തിൽ LDF മുന്നിലെത്തിയിരുന്നു. ഇപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് 2000-നടുത്ത് ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്കമാലിയിൽ എറണാകുളം ജില്ലയിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നായിരുന്ന അങ്കമാലിയിൽ 4890 വോട്ടുകൾക്ക് റോജിയം ജോൺ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഇവിടെ ബെന്നി മൂഞ്ഞേലിയാണ്, ജനതാദളിലെ ബെന്നി മൂഞ്ഞേലിയാണ് എതിർ സ്ഥാനാർത്ഥി. പറവൂരിലാണ് ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്നത്.